സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ബിയാട്ട് വ്ളോഗ്സ്. അപ്പോൾ ഇന്നിപ്പോൾ പാർട്ട് 3 ആണ് മൈൻക്രാഫ്റ്റിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പാർട്ട് 3 ആണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് ലൈറ്റ് ടാർഗറ്റ് 10 ആണ് കേട്ടോ ഗൈസ്. 10, വെറും 10 മതി. അടിച്ചാൽ നല്ലത്. അവർ ഒരു രാജാവൻ തന്നെ ആയിക്കോളൂ ആ ലൈക്ക് അടിച്ചവർ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ക്രോപ്പ് ഫാം നടത്തണം. പിന്നെ ഒരു വില്ലേജിൻ്റെ വഴിയിലോട്ട് കണക്ട് ചെയ്യണം നമ്മളെ വഴി. അതൊക്കെ ആയിക്കുള്ളൂ കേസ് ഇന്നത്തെ. പിന്നെ ഒരു ഡെക്കറേഷൻ, കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസ് ഒക്കെ. പക്ഷെ ഇത് ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ കേസ്. ലോങ് വീഡിയോ ആയിക്കുള്ളൂ. വേഗം വെള്ളം എടുത്തിട്ട് ഉറങ്ങാൻ. നൈറ്റ് സെറ്റിൽ ഡൗൺ ആയി. ഞാൻ ആദ്യം വെച്ച് റൈസപ്പ് ആവാൻ പോകണം. തുറക്കട്ടെ. ഞാനിപ്പോൾ ഡോറിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. സോംബി എന്നെ കാണാൻ പറ്റുമോ? ഉറങ്ങിയേക്കാം. സോംബി എന്നെ കാണാൻ പറ്റുമോ? അതാണ് സീനായിരുന്നെ ഗൈസ്. റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ഗൈസ്. ഇത് ഹാർഡ് കോറാ മച്ചു. എന്തൊന്നായിരുന്നു ഞാൻ എടുക്കാൻ വന്നത്? അയാളും വെച്ച് മറ്റേ ദിവസം ഉണ്ടാക്കാൻ കിട്ടി. അയ്യോ, നമുക്ക് ഇവിടെ ഇട്ട പണിയാണ്. നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ഫുൾ ഇതാവാൻ വേണ്ടി സ്പ്രൂസിൻ്റെ സ്ലാബ് മതി. ഇൻഫിനിറ്റി വാട്ടറിനൊക്കെ ഇതുണ്ടാക്കാൻ പറ്റൂലേ? ഇതെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യും. അല്ല, ഇതിപ്പോൾ ആവശ്യമില്ലല്ല. ഇത് വേണ്ട. 3 ഇതല്ലേ നടുക്കുന്നല്ലേ വെള്ളം ഒന്ന് എടുക്കണത് നേരം. അങ്ങനെയാണെങ്കിൽ ഇപ്പം അയ്യോ, ഞാനെന്ത് ഇതാണ് നൂബ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു വെള്ളവും പിന്നെ അവിടെ നിന്നൊരു വെള്ളം എടുത്തിട്ടും വരാൻ കേസ്. അപ്പം വെള്ളം എടുത്തിട്ടുണ്ട് കേസ്. എടുക്കുന്ന വെള്ളം ആയി. ഇൻഫിനിറ്റി വാട്ടറായി കേസ്. എന്നാൽ പിന്നെ ഇവിടെ ഒന്ന് കവർ ചെയ്തിട്ട് വീടിൻ്റെ ഫുള്ളും ആ വാട്ടർ ഇടുക. അവിടെ ഇടണ്ട, ഇവിടെ ഇട്ടാൽ മതി. ഇപ്പോൾ ഓക്കെ. അല്ല, ഞാൻ സ്വീറ്റ് ബെറീസ് നിറയ്ക്കാനല്ലേ, അതുകൊണ്ട് ഇതിന് വേണ്ട. ഇത് ഇങ്ങനെ ഗൈസ്. അപ്പം കുറച്ച് എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. 9, 8 പറ്റില്ല. 7, 6, 5, 4, 3, 2, 1 കഴിഞ്ഞ്. കഴിഞ്ഞേ. ഇപ്പം എനിക്ക് മറ്റേ സീഡ്സ് ജസ്റ്റിനുള്ളിലുണ്ട്. സീഡ്സ് അല്ലേ ഇത്? ഞാൻ പിന്നെയും ബുദ്ധിയായി ഗൈസ്. അപ്പം സമയം കൊണ്ട് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ലൈക്ക് ടാർഗറ്റ് അറിയാലോ, സിമ്പിളല്ലേ ഗൈസ്. ഒരു 10 ആൾക്കാരെ അടിച്ചാൽ മതി. അതിൽ 10 സബ്സ്ക്രൈബും കൂടെ ഞെക്കിയാൽ മതി. സിമ്പിളല്ലേ ഗൈസ്. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ എന്തോരം പറ്റണമെന്ന്. അഡ്വാൻസ്മെന്റ് കിട്ടി. SCD പ്ലേസ്. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്തത്. രണ്ടെണ്ണം കൂടെ ചെയ്തേക്കാം. ഇവിടെയും ചെയ്തേക്കാം. ഇനി ഇച്ചിരി സീഡ് വേണം ഗൈസ്. ഇച്ചിരി സീഡ് വേണം. എങ്കിൽ ഭയങ്കര ബോറായിക്കോളൂ. മൈൻക്രാഫ്റ്റിലെ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എനിക്കിത് സീഡ് തട്ടുന്നത്. കുറേ
അതും നമ്മൾ പ്രത്യേകിച്ച് പാരറ്റിനെല്ലാം ജംഗിളിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സീഡ് തപ്പാൻ വേണ്ടി പോകും. അപ്പോൾ സീഡ് കിട്ടണമെങ്കിൽ ഭയങ്കര സ്ലോയിലായിട്ടായിക്കോളും. അല്ലാത്തപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ സ്പീഡിൽ കിട്ടും ആവശ്യമില്ലാത്ത സമയത്ത്. പക്ഷേ ആവശ്യമുള്ള അതേ സോംബിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് കിട്ടും. ആവശ്യമുള്ള സമയത്താണ് പെട്ടെന്ന് കിട്ടുക. സോംബി കുട്ടൻ ചത്ത്. സീഡ് എനിക്ക് എത്ര എണ്ണമായി? 12 എണ്ണോ. വെള്ളം എടുത്തേക്കാം. ഇനി അവിടെ ചെയ്യണം വെള്ളം. ഇവിടെ വേണോ? ഇവിടെ വേണ്ട. ഇവിടെ വേണോ? വേണ്ട. വെള്ളം എത്തില്ല. ഇവിടെ ഇട്ട് കുടിക്കാം. വെള്ളം വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഹോൾ ചെയ്തേക്കാം. 1 2 3 4 5 6 7 8 9 10 ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരെണ്ണം മിസ്സിങ് ആണ് ഗൈസ്. അപ്പം നമുക്കിതെല്ലാം ചെയ്യേണ്ടി വരും. ഇനി എന്നാൽ പിന്നെ ഗൈസ് എനിക്കൊന്ന് ഇനി ആ വഴിയുടെ കാര്യത്തിൽ ഡെക്കറേറ്റ് ചെയ്യാന്നുണ്ട് ഗൈസ്. ഫെൻസ് ഉണ്ടാവുക ഗൈസ്. ഫെൻസ് മാങ്ങാണ്ടിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഓക്ക് ഫെൻസ് 15 എണ്ണോ. അയ്യേ, ഞാൻ വെച്ച് കുറെ കിട്ടുമെന്ന്. വിധി നല്ലതല്ല ഗൈസ്. ഇവിടെയൊക്കെ വെച്ചേക്കാം. ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോഴൊക്കെ നല്ല സെറ്റാണ് ആ സ്ഥലങ്ങളൊക്കെ. അതാണ് വേണ്ടത് ഗൈസ്. ഇവിടെയൊക്കെ വെക്കണം. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇതൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ടാകും ഗൈസ്. ഓക്കെ, വിഷയമൊക്കെ ഉണ്ടാകും ഈ വഴികളൊക്കെ. വിഷയം എന്നൊക്കെ ഒന്നും പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കണ ഹൈടെക് ഒന്നും ആകില്ല. ഞാൻ നൂബാണ്, ഭയങ്കര അൾട്രാ നൂബാണ് ഞാൻ ഗൈസ്. ഇവിടെ ഫിറ്റ് ചെയ്ത് ഇവിടെ എല്ലായിടത്തും വരിയൊക്കെ വെക്കണം ഗൈസ്. ഇനി സ്റ്റോണിൻ്റെ മറ്റേ സംഭവം ഉണ്ടാക്കണം. സ്റ്റോണിൻ്റെ ഫെൻസിൽ മറ്റേ സംഭവത്തിന് പേരുന്നതെന്ന് ഗൈസ് എനിക്ക് മറന്നു. ഞാൻ സ്റ്റോൺ ഗേറ്റാ? അല്ല, അതിലല്ല. എന്തെന്നായിരുന്നു ഗൈസ്? വാള് കോബിൾ സ്റ്റോൺ വാള് അതാണ് വേണ്ടത്. ഇച്ചിരി കപക്കെട്ടുണ്ട് ഗൈസ്. കിച്ചുണ്ട്. ഇതവിടെ ഒരെണ്ണം വെച്ചേക്കാം. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഒരെണ്ണം വെച്ചേക്കാം. ഇനി അവിടെ വെക്കണ്ട, അവിടെ മോശമായി പോകും കാണുമ്പോൾ. അതിൻ്റെ ഇവിടെ വെക്കാം. എനിക്കത് അറിഞ്ഞൂടാ ഗൈസ് ഇതിനെ പറ്റിയൊന്നും. ഇനി ഇവിടെ ഒരെണ്ണം വെച്ചേക്കാം. ഇവിടെ ഒരെണ്ണം എവിടെ കല്യാണം വെച്ചിട്ടുണ്ട് ഗൈസ്. മാക്സിമം 10 ആണ്. 10 ഇന്നലെ ലൈറ്റ് ടാർഗറ്റ് 10. മിനിമം ഒരു 5. അത്രയും മതി എനിക്ക്. ഈ വീഡിയോ കണ്ടിട്ട് വേണം ലൈക്ക് അടിക്കാൻ ഗൈസ്. കണ്ടിട്ട് വേണം. ചാലഞ്ചാ ഗൈസ്, ചാലഞ്ച്. ഈ വീഡിയോ ഫുള്ളും കാണും. എൻ്റെ ലയണില്ല ഗൈസ്. ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അറിയാണ്ട് പൊട്ടിച്ചേക്കാം. എൻ്റെ ലയണില്ല. അയൺ ഫൈൻഡിങ്ങിന് പോകണം. ജേർണി ടു അയൺ ഫൈൻഡിങ്. അയങ്ങളും ഉണ്ടായില്ലേ? അത് ഞാൻ കൊന്നല്ല ആദ്യത്തെ പാട്ടില്. ഇവിടെ തന്നെ ഇങ്ങോട്ട് കയറാം. തിരിച്ചു വരുമ്പോൾ നൈറ്റ് ആവാതെ ഇരുന്നാൽ മതിയേ. കാരണം ഹാക്കോറ് രാവിലെ പെട്ടെന്ന് പോകും, നൈറ്റ് ഭയങ്കര പതിക്കണു പോകുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല. എനിക്ക് അയണാണ് വേണ്ടത്. കോളുണ്ടായിട്ട് കാര്യമില്ല ഗൈസ്. ഈ അയൺ ഐ വാണ്ട് അയൺ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഞാൻ ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ വെച്ച് മറന്നുപോയി. ഇനി അവിടെ അങ്ങോട്ട്
അവിടെ പോണോ? അയ്യോ ഗ്രാവലുണ്ട്. ഗ്രാവല് വീണു ഞാൻ അടിയിലോട്ട്. ഫ്രീ ആയിട്ട് അടിയിലോട്ട് പോവാം എനിക്ക്. സാൻഡ് എടുക്കണ്ട. സാൻഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും വീഴും. സാൻഡും ഗ്രാനൈറ്റ് അതിൻ്റെ പേരും കിട്ടാനുള്ള മര്യാദ പട്ടിക്കാട്ടം. വേണ്ട, ഇങ്ങോട്ട് പോകണ്ട. അവിടെ അയണം മര്യാദ ഒന്നും കിട്ടാൻ പോകുന്നില്ല. 2 അയണായിട്ട് കിടപ്പുണ്ട് അവിടെ. ആ 2 അയണ ആർക്കണം? എനിക്ക് ഇച്ചിരി അയൺ വേണം ഗൈസ്. എനിക്ക് മറ്റേ സംഭവം ഉണ്ടാക്കണം, ലാൻഡേൺ. എനിക്ക് ലാൻഡേൺ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഷേപ്പും സെറ്റാണ്. ഇപ്പം വീണാനെ നമ്മൾ വെള്ളത്തിൽ ഒഴുകിപ്പോയി വീണാനെ. ഇവിടെ ഒന്നും പച്ചേക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടാ? മൃഗം കണ്ടപ്പോൾ ഇവിടെ ഒരു ക്രീപ്പർ ഉണ്ടായിരുന്നു. ക്രീപ്പർ മാമൻ എവിടെ പോയെന്നാവോ? ഡെഡ് എൻഡ് ആയിരുന്നു അത്. ഇങ്ങോട്ടില്ലേ? എത്ര എങ്ങോട്ടാ? വല്ലതും ഉണ്ടാ? ടോർച്ചെടുത്ത് വെച്ചേക്കാം. എനിക്ക് ചെറുതായിട്ട് പേടിയാണ് ചത്തഴിഞ്ഞാൽ. കാരണം ചത്തഴിഞ്ഞാൽ എനിക്ക് കഷ്ടപ്പാടെല്ലാനും പോകുന്നു. ഇവിടെ ഒരെണ്ണം വെച്ചേക്കാം. നമ്മൾ അവിടെ നിന്ന് ആരും വരില്ലല്ലോ. അത് ശരി, അവിടെ നിന്ന് ആരും വരില്ലെന്ന് പറഞ്ഞപ്പോൾ ഇപ്പുറത്ത് നിന്ന് ആൾക്കാരൊക്കെ വന്നു. വരല്ലേ? അയ്യോ, സ്പൈഡറിൻ്റെ സൗണ്ടും കേൾക്കാം, ലാവയുടെ സൗണ്ടും കേട്ടല്ല. അയ്യോ സ്പൈഡർ. വേഗം അയൺ പൊട്ടിച്ചെടുത്തേക്കാം ഗൈസ്. അങ്ങോട്ട് പോയിട്ട് അവിടെ വല്ലതും ഉണ്ടെങ്കിൽ നല്ലതായി നാനേ. നമുക്ക് ബാക്ക് ടു ഹോം. ഇനി അടുത്തൊരു ജേണി ആയിക്കോളൂ ഗൈസ്. ജേണി ബാക്ക് ടു ഹോം ഗൈസ്. അപ്പം ഈ മരം ഒന്ന് പൊട്ടിച്ച ഗൈസ്. അതും കൂടെ പൊട്ടിച്ചേക്കാം. സോംബിനെ ഒന്ന് വീഴ്ത്താൻ നോക്കിയല്ല ഗൈസ്. കുറേ നാളായിട്ട് അവന് വീഴണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അവൻ വെള്ളത്തിൽ തന്നെ കറക്റ്റ് വീണട്ടോ. അവൻ ബുദ്ധിശാലി തന്നെ. അയ്യോ വീഴല്ലേ. ഒപ്പം കൊണ്ട് വീണു. അവിടെ ഒന്നും ഉണ്ടായില്ല. അയ്യോ വീഴല്ലേ. അയ്യോ ജസ്റ്റ് മിസ്. അല്ല ഇപ്പം പടമായാനിപ്പം പകുതിയോളം ഹെൽത്ത് അടിയിലോട്ട് വീഴുമ്പോൾ പോവും. പിന്നെ ബാക്കി സോംബിയുടെ നോ. അയ്യോ ഓടിക്കളേ. എനിക്ക് നൈറ്റ് ഒട്ടും ഇഷ്ടമല്ല. അയ്യോ എവിടെയാണെങ്കിലും ബെഡും ഇല്ല. എന്ത് സാധനമല്ല ഫോഴ്സാണ്. ബെഡും ഇല്ല. എനിക്ക് നേരെ ഓടണം, എല്ലായിടത്തും ഉറങ്ങണം. എന്താ ഫാമിലിയാ? ഞാൻ ഉറങ്ങിക്കോളാം ആദ്യം. ഞാനാണ് ആദ്യം കസ്റ്റമർ. നിങ്ങളുടെയൊക്കെ കസ്റ്റമർ ഞാനാ. ടാറ്റാ. മോർണിംഗ് അതിൻ്റെ ഒരു രസം സെറ്റാണല്ലേ. ഇനി ഇവിടെയൊക്കെ ഒരു ലാൻഡേണൊക്കെ വെച്ചേക്കാം. ലാൻഡേണൊക്കെ വെച്ച് രാത്രി ആകുമ്പോൾ ഒരു തിളക്കമുണ്ടാവും. എനിക്ക് ഈ വേൾഡ് ഫുള്ളൊന്ന് ലൈറ്റ് തെളിപ്പിച്ചിടണമെന്നുണ്ട്. അതാകുമ്പോൾ എനിക്ക് സോംബി വരുമെന്ന് മോബ്സ് സ്പോൺ ആവുന്ന ഒരു വെടിയും വേണ്ട ഗൈസ്. ലൈറ്റ് കൊണ്ട് ഭും ഭും എന്ന് പറഞ്ഞ് കത്തിച്ചിടണം. അപ്പം നിങ്ങളാരെങ്കിലും എൻ്റെ സെക്കൻഡ് ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണോട്ടെ ഗൈസ്. കാരണം എൻ്റെ സെക്കൻഡ് ചാനൽ കണ്ടില്ലെങ്കിൽ ഒരു മോശമാണ് എനിക്ക്. അല്ലെങ്കിൽ വെറുതെ പോകും. ഇന്നൊരു വീഡിയോ ഇട്ട് വെച്ചാൽ ഞാൻ സെക്കൻഡ് ചാനൽ ഗൈസ്, റേസിംഗ് ഗെയിമിൻ്റെ. ഒന്ന് കണ്ടേക്കാം ഗൈസ്. അത് ഫുള്ളും മൊബൈൽ ഗെയിമിങ്ങാണ്. മൊബൈലിൽ അത് കൺട്രോളർ കളിക്കാൻ പറ്റിയത്. ഇങ്ങോട്ട് ചടി. ഇവിടെ പശുക്കളുടെ എല്ലാം ഉണ്ട്. ഇവിടെ നിന്നൊരു മരം നൈസായിട്ട് തട്ടിയേക്കാം. ആരും കാണില്ലല്ലോ. ഈ മരം അങ്ങ് തട്ടിയേക്കാം. തട്ടിക്കഴിഞ്ഞ് മരങ്ങൾ. അയ്യോ ചടി. ഞാൻ വീടിൻ്റെ മണ്ടയിൽ ചേടാന്ന് വിചാരിച്ചതാ ഗൈസ്.
ഓ പൂച്ചക്കിൻ്റെ സ്പീഡ് പൂച്ചയുടെ സ്പീഡ് ഉണ്ട് ഗൈസ്. പട്ടികൾക്ക് അധികം സ്പീഡൊന്നുമില്ല, പക്ഷേ പൂച്ചകൾക്കാണ് തെറ്റിയ സ്പീഡ്. മൈൻക്രാഫ്റ്റിലാണ്, റിയൽ ലൈഫിലല്ല. റിയൽ ലൈഫിൽ പട്ടിക്കാണെന്നുള്ള സ്പീഡ് എനിക്ക് അറിഞ്ഞുകൂടാ. പട്ടിക്കായിക്കുള്ളൂ ചിലപ്പോൾ. 3 ഇവിടെ ശല്യം കറക്റ്റായി. ഇനി ഇതുണ്ടാക്കാം. ഇനി എനിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണത്? ഈ അയണല്ലല്ലേ ഉണ്ടാക്കണത്. ഞാൻ മറ്റിടത്ത് നോക്കാം ഗൈസ്, എനിക്കധികം അറിഞ്ഞൂടാ. കിട്ടി. നടുക്ക് ടോർച്ച് തന്നെയല്ലോ, 3 കിട്ടി. അപ്പോൾ ബാക്കി വന്നതെല്ലാം കൂടെ നമുക്ക് മറ്റേ ദിവസം ഇതുണ്ടാക്കാം. ടോർച്ച് വെക്കാം അവിടെ. ചാടി അയ്യോ ചാടി ഇവിടെ എൻ്റെ ടോർച്ച് ബാക്കി പറഞ്ഞിട്ട് ചാടി ഇവിടെ ഇട്ടൊരു സ്കെൽട്ടൺ ഉണ്ടായ എൻ്റെ സൗണ്ട് കേട്ടേച്ച് ഞാൻ ടൊക്കട്ടോന്നാണ് സൗണ്ട് കേസ്. സ്കെൽട്ടൺ പോയിന്നോണ് കേസ്. ടൊക്കട്ടൊക്കട്ടൊക്കെന്ന് സൗണ്ട് കേട്ട്. വില്ലേജർ അവിടെ നിന്ന് മറ്റേ ബ്രൂഡിങ്സിൻ്റെ എന്തോ മറ്റേ ലിക്വിഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രൂഡ് പോലത്തെ സംഭവമില്ലേ, ആ സംഭവം പോലെയൊക്കെ ഉണ്ട്. എൻ്റെ സൗണ്ട് കേട്ട് ഞാൻ കുക്കു ടുക്കു ബബിള് പൊട്ടണ സൗണ്ട്. ഇവിടെ ഒരെണ്ണം വെച്ചേക്കാം. ഇവിടെ ഒരെണ്ണം വെച്ചേക്കാം ഗൈസ്. ഇവിടെ ഒരെണ്ണം. ഇനി ഇത് ഇവിടെ ഒരെണ്ണം കഴിഞ്ഞ 3 ഇടുന്നായല്ലേ. ഇവിടെ കഴിഞ്ഞ. ഇനി ഇവിടെ കൂടെ സൈഡിൽ വെക്കാന്ന് തോന്നുന്നു. വാളിന് മേളിലൊക്കെ സെറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ ഉണ്ടാവട്ടെ. അടുത്ത വീഡിയോയിൽ ഇങ്ങനെ ഇരിക്കില്ല, സെറ്റായിക്കൊള്ളൂ. ഇനി എവിടെ നോക്കേണ്ടത് വേണ്ടേ? ശവലും കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തത് ഗൈസ്. ശവലി ഇങ്ങോട്ടേന്നല്ലേ വിളി, ഞാൻ മറന്നു ഗൈസ്. ഇങ്ങനെ എടുത്തെടുത്ത് വിട്ടേക്കാം. അതൊന്ന് രസമുണ്ടാകും കാണാൻ ഗൈസ്. നിങ്ങൾക്ക് കാണാൻ രസമുണ്ടായാൽ മതി, എനിക്ക് രസമുണ്ട് കാണാൻ. എൻ്റെ ഇഷ്ടത്തിനൊന്ന് ചെയ്ത് എൻ്റെ കുഞ്ഞ് ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങളൊക്കെ ഇതിനെക്കാട്ട് ഹൈടെക് ആയിക്കോളൂ ഗൈസ്. നിങ്ങളൊക്കെ പ്രോ അല്ലേ, മൈൻക്രാഫ്റ്റിൽ അൾട്രാ പ്രോ മാക്സ് ആണല്ലോ. അയ്യോ എൻ്റെ ശവല് പൊട്ടാറായില്ല ഗൈസ്. പുതിയ കാരണം ഉണ്ടാക്കേണ്ട വരുമോ? ഒന്ന് പൊട്ടിച്ചേക്കാം. ശവല് കഥം. ശവല് ടാറ്റ ഗുഡ് ബൈ എന്ന് പറഞ്ഞും പോയി ഗൈസ്. ശവല് സ്വർഗം കണ്ടിട്ടുണ്ടോ ഇപ്പം? എനിക്കെന്താണല്ലേ ചെയ്യേണ്ടത്? എനിക്ക് സ്റ്റോണും കൊണ്ട് വല്ലതും ചെയ്യാം, വല്ല ക്രിയേറ്റിവിറ്റിയും ചെയ്യാം. കോബിൾ സ്റ്റോണ് ഇവിടെ കുഞ്ഞി ഹോളിട്ടിട്ട് ഇതിൻ്റെ അടിയിൽ കോബിൾ സ്റ്റോൺ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? കുഴപ്പമില്ല. ഇങ്ങനെ പാറ്റേൺസ് ആയിട്ട് പോയി നോക്കിയാലോ ഗൈസ്. ഇവിടെ ഒരു ഇവിടെ വെക്കാം. ഇനി ഇവിടെ വെക്കാം. നല്ല പാറ്റേൺ ഒക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് രസമുണ്ട് കാണാൻ. ഇനി ഇവിടെ ബ്രിക്സ് ഒക്കെ വെക്കണമെന്നുണ്ട്. ബ്രിക്സ് ലോഗ് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണും ഗൈസ്. അയ്യോ കണ്ട് ഗൈസ്, എല്ലാവരും കണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ആക്കണ്ടേന്ന്. എവിടെ വേണം കുത്തി വെച്ചേക്കാൻ. മറ്റേ ശവലില്ലാത്തതുകൊണ്ട് അവിടെ കുത്താൻ പറ്റില്ലല്ലോ ഗൈസ്. ഇവിടെ എല്ലായിടത്തും ചെയ്യണല്ലേ. സ്റ്റോൺ കളക്ട് ചെയ്യുന്ന ജോണി എന്നൊക്കെ പറഞ്ഞത് ഗൈസ്. ജോണി സ്റ്റോൺ കളക്ട് ചെയ്യാൻ പോയി
ഇവിടെ പശുവൊക്കെ ഇരിപ്പുണ്ടല്ലോ ഗൈസ്. പശു പശു പാശു പാശു ഇതൊന്ന് ഇതേക്കാം ഗൈസ്. ഇവിടെ നിന്ന് കുറച്ച് ലോങ് വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത്രയും വരെ ഗൈസ് ഇപ്പോഴും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഓ പശു 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 പശുക്കുട്ടായി. MLG. ഓ കറക്റ്റ് കുഞ്ഞ് MLG എനിക്കിഷ്ടമാണ്. പുല്ലൊക്കെ വിട്ടോല, അതാവുമ്പോ സിമ്പിളാണല്ലോ. അയ്യോ ഇതെടുത്തേക്ക, ഇതിപ്പോ വളർന്നില്ലേ. അയ്യോ 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 അവിടെ വേണ്ട, പുല്ലിൻ്റെ മറ്റേൻ്റെ വെള്ളി കയറണ്ട. അതിലെനിക്ക് ഹോയുണ്ട്. ഒരു ഭയം ഹാർഡ് കോറാണല്ലോ. പെട്ടെന്ന് തോറ്റ് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ഒരു വാഴയായി തുടങ്ങും. അതൊക്കെ വെട്ടണം ഗൈസ്, അതൊക്കെ വെട്ടണം. അയ്യോ അയ്യോ ചാവണയിൽ എനിക്കൊരു പരിധിയില്ല ഗൈസ്. ചാവണയിൽ ഞാൻ പ്രോ മാക്സ് ആണ് ഗൈസ്. ചാവണയിൽ ഞാൻ പ്രോ മാക്സാണ്. അയ്യോ 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 ആർക്കെങ്കിലും ചാവണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഗൈസ്. ഞാൻ ആ സെർവർ ആ വേൾഡ് ഞാൻ ചാവിപ്പിച്ചാണ് ചെയ്തത്. സിമ്പിളായിട്ട് ഞാൻ പൊളിച്ചിട്ടുണ്ട്. കിട്ടി. അപ്പം എത്ര ഉണ്ടായുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത്ര ഉണ്ടായുള്ള ഗൈസ് വീഡിയോ. ഇട്ടരാ.